രേവതി, എൻ്റെ മനസ്സിലൊരു കൊച്ചു രേവതിക്കുട്ടിയാണ് വേണ്ടത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്കൊരു കൊച്ചു രേവതിക്കുട്ടിയെ വേണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ആഹാ, രേവതിക്കുട്ടി എന്ന് സച്ചേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ചോ? എന്തുകൊണ്ടൊരു കൊച്ചു സച്ചിക്കുട്ടനായിക്കൂടാ? അല്ല, അത് രേവതിക്കുട്ടി തന്നെയാവും, ഒരു കൊച്ചു രേവതിക്കുട്ടി, നിന്നെപ്പോലെ തന്നെ. അല്ലല്ല, എൻ്റെ മനസ്സിൽ കൊച്ചു സച്ചിക്കുട്ടനാണ്. നോക്കാലോ, നമ്മുടെ ആരുടെ ആഗ്രഹം നടക്കാമെന്ന് നോക്കാലോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സച്ചിൻ രേവതിയും പ്രണയം ഇതിനങ്ങളായി ഇങ്ങനെ പറന്ന് നടക്കണം, മൂന്നാറൊക്കെ ടൂറ് പോയിട്ട്. അതിനിടയിൽ കൂടെ അവർ ടൂറ് പോയതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് ഗുണ്ടകളുമായിട്ട് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായി, കയ്യാങ്കളിയൊക്കെ ഉണ്ടായി. അവർ സച്ചിനെ രേവതിനെ അപായപ്പെടുത്താൻ വേണ്ടി അവരുടെ പിന്നിൽ തന്നെയുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ സച്ചിനെ ഇതാക്കിയിട്ട് രേവതിനെ അപായപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശം വരുന്നത്. അപ്പോൾ ഇവർ മൂന്നാറിൽ റൂം എടുത്തേക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്രിമിനൽസും റൂം എടുത്തേക്കുന്നത്. അവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശല്യപ്പെടുത്തി പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് അവരെ വല്ലാതെ ബഹളം ചെയ്തിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ ചെന്ന സച്ചിനെ രേവതി തടയാണ്, ഒന്നും ചെയ്യണ്ട. ഈ ക്രിമിനൽസിൻ്റെ അംഗങ്ങളെല്ലാം കണ്ട് ചോദിക്കാൻ പോണ സച്ചിനെ രേവതി തടയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി തടയാണ്. ഇതേ സമയത്ത് തന്നെ ചന്ദ്രോദയത്തിൽ രവീന്ദ്രൻ സ്വപ്നം കാണുന്നുണ്ട് സച്ചി രേവതിയും കൂടി ഒരു അപകടത്തിൽ പെടണത്. അപ്പം തന്നെ രവീന്ദ്രൻ വിളിച്ചിട്ട് സച്ചിയോട് ചോദിക്കേണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രശ്നങ്ങളിലൊന്നും ചാടരുത്, ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ നിങ്ങളവിടെ നിന്ന് മാറിപ്പോണേടാ എന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ സച്ചിയോട്. അപ്പോൾ ആ അച്ഛൻ്റെ മനസ്സും മകൻ്റെ മനസ്സും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ അവിടെ വരുന്നത്. അങ്ങനെ സച്ചി രേവതിയൊക്കെ ടൂറ് പോയതിൻ്റെ ഭയങ്കര കുശുമ്പ് നിറഞ്ഞിട്ടാണ് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് അവൾക്കും ടൂറ് പോകണം എന്ന് ശ്രുതി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പ്ലാൻ ചെയ്യണം, ശ്രുതിയും കൂടിയിട്ട് വാഗമണ്ണിലേക്ക് ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. പക്ഷേ വീട്ടുകാരോട് പറയാതെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീട്ടിൽ പറയാമെന്നാണ് പറയണത്. അങ്ങനെ അവർ ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പറയാണ്, അച്ഛനോടും അമ്മോടും പറയാണ് ടൂറ് പോകാന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണ്ട അങ്ങനെ പോകാൻ പാടില്ല, ഈ സമയത്ത് അച്ഛൻ്റെ ബലികർമ്മങ്ങൾ മുടങ്ങും, നീ പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ശ്രുതി പറയുന്നുണ്ട് അതൊന്നും ഇല്ല, പോവും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ശ്രുതിയുടെയും ടൂറിൻ്റെ പരിപാടികളൊക്കെ മുടക്കണം എന്ന് ചന്ദ്രമതി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി അതിന് എന്താ ഐഡിയ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇവർ ടൂറിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി ഡ്രൈവർ സുഗുണനെ വിളിച്ചിട്ട് വണ്ടി വരാനൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പോവും എന്നുള്ള ആ ലാസ്റ്റ് ഘട്ടത്തിലെത്തിയ സമയത്ത് ചന്ദ്രമതിക്ക് ഒരു വയറുവേദന വരികയാണ്. വയറുവേദന വന്നിട്ട് ഇവർ പോണത് മുടക്കാൻ വേണ്ടി ചന്ദ്രമതി അഭിനയിക്കുകയാണ്. അയ്യോ വയറുവേദനിച്ചിട്ട് വയ്യേ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ് എങ്ങനെയപ്പം അമ്മയുടെ കരച്ചിലാണ്. ഇപ്പോൾ ശ്രുതി വിചാരിക്കുന്നത് ശ്രുതിനെ കാണാതിരിക്കാനുള്ള സങ്കടം കൊണ്ട് അമ്മ കരയുകയാണെന്നാണ്. അമ്മ ഞാൻ വേഗം വരില്ല എന്നൊക്കെ നോക്കുമ്പോൾ അതൊന്നല്ലടാ, എനിക്ക് വയറുവേദനിച്ചിട്ട് വയ്യ പറഞ്ഞിട്ട് നല്ല അസലായിട്ട് അഭിനയിക്കുകയാണ് ചന്ദ്രമതി. ഇത് കാണുമ്പോൾ ശ്രുതി പോയിട്ട് പെയിൻ കില്ലറൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പക്ഷെ അപ്പോഴൊന്നും കുറവില്ല എന്ന് പറയാണ്. എന്നാൽ ഡോക്ടറെ അടുത്ത് പോകാന്ന് പറയുമ്പോൾ ചന്ദ്രമതി സമ്മതിക്കണില്ല. പക്ഷെ ശ്രുതിക്ക് മനസ്സിലാവുന്നത് ചന്ദ്രമതിയുടെ കള്ളത്തരാന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് ഇത് അമ്മയുടെ അഭിനയമാണ്, നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മേനെ അളവറ്റ് സ്നേഹിക്കുന്ന മകനായ ശ്രുതി അതൊന്നും കേൾക്കണില്ല. നീ എന്തെങ്ങനെ കണ്ണീ ചോരയില്ലാതെ പെരുമാറണ ശ്രുതി എന്നാണ് ശ്രുതി ചോദിക്കണത് കേട്ടോ. അപ്പോഴാണ് രവീന്ദ്രൻ കയറി വരുന്നത്. ചന്ദ്രമതി കിടക്കണാണ്. ഇപ്പോൾ ചോദിക്കുന്നത് എന്താ ചന്ദ്ര ചോദിക്കുമ്പോൾ വയറ് വേദനിച്ചിട്ട് വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയാം സുധി നീ പോയിട്ട് വൈദ്യരുടെ അടുത്ത് പോയിട്ട് കഷായം മേടിച്ചിട്ട് വാന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സുധി കൊണ്ടുവന്ന പെയിൻ കില്ലർ ചന്ദ്രമതി കഴിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ വായയിലിട്ടിട്ട് നാക്കിൻ്റെ അടിയിലാണ് വെക്കുന്നത്. ആ കാഴ്ച ശ്രുതി കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ടോ മനസ്സിൽ ആൻറ്റി ആ പെയിൻ കില്ലർ എടുത്തിട്ട് നാക്കിനടിയിലാണല്ലോ വെച്ചേക്കണത് എന്നിങ്ങനെ ശ്രുതി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മൂന്നാറാണ്. മൂന്നാറിൽ രേവതിയും സച്ചിയും കൂടി രാവിലെ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ എവിടേക്ക് അന്നത്തെ പ്ലാനിങ് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടി കറങ്ങാനുണ്ട് എന്ന് പറയുമ്പോൾ രേവതി പറയാണ് ഇനിയും കുറേ കറങ്ങാണ്ട് സച്ചേട്ട വയ്ക്കുമ്പോൾ പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, എന്നാൽ നമുക്ക് ഇവിടുന്ന് മാറിയാലോ സച്ചേട്ട വയ്ക്കുമ്പോൾ. അതെന്തിനാ മാറണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തല്ലേ ക്രിമിനൽസ് റൂം എടുത്തേക്കണേ, എനിക്കെന്തോ ഒരു അവരുടെ നോട്ടും ഭാവമൊന്നും ശരിയല്ല സച്ചേട്ട, നമുക്ക് ഇവിടുന്ന് മാറിയാലോ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല രേവതിയെ, അത് ഞാൻ അവർ രണ്ടെണ്ണം കൊടുത്തതിൻ്റെ ദേഷ്യം തീർക്കുക അവർ, അത് ഇന്നലെ രാത്രി പാട്ടും കൂത്തും ബഹളത്തിൽ കൂടെ തന്നെ അവരുടെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയാൻ. എന്നിട്ട് അവരങ്ങനെ റൂം പൂട്ടിയിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഈ സമയത്ത് അപ്പുറത്തെ റൂമിലെ ക്രിമിനൽസ് വന്നിട്ട് ഇവരുടെ വാതിലിൻ്റെ അവിടെ വന്ന് നോക്കണ സമയത്ത് വാതിൽ പൂട്ടിയിട്ടേക്കണം. അപ്പോൾ അവർ റൂം ബോയോട് ചോദിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന കപ്പിൾസ് എവിടെ ചോദിക്കുമ്പോൾ അവർ പോയല്ലോ സാർ പറയണേ, അവർ വെക്കേറ്റ് ചെയ്ത് പോയേക്കുമ്പോൾ വെക്കേറ്റ് ചെയ്തിട്ടല്ല സാർ, അവർ സ്ഥലങ്ങൾ കാണാൻ പോയേക്കാണെന്ന് പറയണം. അപ്പോൾ അവർ പരസ്പരം പറയണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവർ പോയേക്കണം, അവർ ഇനി രാത്രിയേ വരുള്ളൂ സാർ പറയണ റൂം ബോയോ. ഓക്കെ നീ പൊക്കോ പറഞ്ഞിട്ട് റൂം ബോയിനെ പറഞ്ഞു വിട്ടിട്ട് അവർ പരസ്പരം ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരാൾ പറയണം അവർ പോയിട്ടൊന്നുമില്ലല്ലോ, സ്ഥലം കാണാനല്ലേ പോയിക്കണം, അവർ വരുമല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം, നീ എന്തായാലും നമ്മുടെ മറ്റേക്ക് അങ്ങനെ വിളിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞ് സമയം കളയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങാൻ തുടങ്ങാണ് കേട്ടോ.
ഈ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടിട്ട് അവരിങ്ങനെ നല്ല പ്രണയ ജോഡികളായിട്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സച്ചി പറയും, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. എന്താ സച്ചിയേട്ടൻ്റെ ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് പറയട്ടെ ചോദിക്കാം. അപ്പോൾ സച്ചിയേട്ടൻ പറയേ, അതിൽ ഫസ്റ്റ് ആഗ്രഹം എന്താണെന്നറിയോ, എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെപ്പോലെ ഒരു കൊച്ചു രേവതിക്കുട്ടി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, രേവതിക്കുട്ടിയാണ് അപ്പോൾ സച്ചേട്ടന് മാത്രമല്ല അങ്ങനെ ആഗ്രഹം, അപ്പോൾ എനിക്കില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയല്ലല്ലോ ആഗ്രഹം, എൻ്റെ മനസ്സിലൊരു കൊച്ചു സച്ചിക്കുട്ടൻ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അല്ലല്ല, ഞാൻ ആഗ്രഹിച്ചതേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ, നോക്കാമല്ലോ എൻ്റെ ആഗ്രഹം ഇതാന്ന് പറയുമ്പോൾ, പറ്റില്ല, ആദ്യം രേവതിക്കുട്ടി തന്നെ മതി എന്ന് പറയാണ്. അപ്പം നോക്കാമല്ലോ, ഞാനേ ഭഗവാന് മാല കെട്ടി കൊടുക്കുന്നവളാ, അതിൻ്റെ നന്ദി എന്തായാലും അവർ എന്നോട് കാണിക്കാതിരിക്കില്ല, എന്തായാലും എനിക്കൊരു കൊച്ചു സച്ചിക്കുട്ടൻ തന്നെയാവും ആദ്യം ഉണ്ടാവുക, നോക്കിക്കോ ഞാനല്ലേ പ്രസവിക്കുന്നത്, അവൻ തന്നെയാവും ഒരു കൊച്ചു സച്ചിക്കുട്ടനാവും, അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് വേണം എനിക്ക് ലേബർ റൂമിൽ നിന്ന് കണ്ണ് തുറക്കാന്നൊക്കെ പറയുന്ന രേവതി. നോക്കാമല്ലോ ആരുടെ ആഗ്രഹം നടക്കുക നോക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ നിസ്സാരം അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അതിലിരുന്നിട്ട് കൊച്ചു പിണക്കങ്ങളാക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അവരതൊക്കെ വിട്ടിട്ട് അവർ വീണ്ടും ഒന്നാവാണ്. അപ്പോൾ ഇവർ പോയ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഇവരെ പിന്തുടരുന്നുണ്ട് ആര്, ക്രിമിനൽസ് അവർ ബൈക്കിൽ അവരിങ്ങനെ നോക്കുന്നുണ്ട്, സച്ചി രേവതി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നോക്കി തപ്പിയും കൊണ്ട് നടക്കുന്നുണ്ട്. അവർക്ക് രേവതിയെ അപായപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശം മുഴുവൻ കേട്ടോ. ഈ സമയത്ത് ശ്രുതിയും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴും ചന്ദ്രമതിയുടെ വേദന മാറിയിട്ടില്ല. അപ്പോൾ സുഗണനെ വിളിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ വേണ്ടിയിട്ട് സുഗുണ പറയുന്നുണ്ട്. ഈ സമയത്ത് സുഗണൻ്റെ കൂട്ടുകാരൻ അവിടെ കാത്തെന്ന് പറഞ്ഞ ആൾ വേറെ ഓട്ടം കിട്ടിയിട്ടുണ്ട്. അവരപ്പോഴേ പറയേണ്ടത് സുഗുണനോട്, നിൻ്റെ ഭാഗ്യം വാഗമണ്ണിലേക്കല്ലടാ പോണത്, അപ്പം നിനക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ കാറിൻ്റെ ഡ്യൂ അടയ്ക്കാനുള്ള പൈസയാവും എന്നൊക്കെ പറയേണ്ട ആ ഒരു സന്തോഷത്തിലാണ് സുഗുണനെ ഇരിക്കേണ്ടത്. പക്ഷേ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചന്ദ്രമതിയുടെ വയറുവേദന മാറാത്ത കാരണം സുഗുണ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നിങ്ങനെ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. ശ്രുതിക്ക് ഉറപ്പായി അത് ചന്ദ്രമതി ഇവർ പോവാതിരിക്കാനുള്ള പ്ലാനിങ് ആണെന്ന് ശ്രുതിക്ക് ഉറപ്പായി. ഇത് കണ്ടിട്ട് സംശയം വന്നിട്ട് രവീന്ദ്രൻ പോലും ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നിനക്ക് ശരിക്കും വയറുവേദന തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വയറുവേദന തന്നെയാണ് പറയുമ്പോൾ ബാത്റൂമിലൊക്കെ ഇങ്ങനെ പോയിട്ട് വരുന്നുണ്ട് ചന്ദ്രമതി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി അത് പറയണതൊട്ട് കേൾക്കണമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാൻ പറയുമ്പോൾ വേണ്ടാന്നാണ് പറയണത്, മരുന്ന് കൊടുത്തു അത് കൊടുത്തിട്ട് ഭേദമില്ല എന്നാണ് പറയണത്. എന്നിട്ട് ശ്രുതി പോയിട്ട് വൈദ്യരെ കണ്ടിട്ട് കഷായം മേടിച്ചുകൊണ്ടിരുമ്പോൾ ചന്ദ്രമതി ചോദിക്കാൻ ഇത് എന്താ ചോദിക്കുമ്പോൾ ഇത് കഷായമാണ് പറയുന്നത്. നിന്നോടാരോ കഷായം മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും അച്ഛൻ പറഞ്ഞതാണ്, അമ്മയ്ക്ക് കൊണ്ടുവരാൻ കഷായം മേടിച്ചിട്ട് വരാൻ അച്ഛൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയും എനിക്കൊന്നും വേണ്ടാന്ന് പറയണം. പക്ഷേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ശ്രുതിയും രവീന്ദ്രനും ഒക്കെ കൂടി പിടിച്ചിട്ട് ചന്ദ്രമതിയുടെ വായിലേക്ക് കഷായം ഒഴിച്ചു കൊടുത്തിട്ട് ചന്ദ്രമതിനെ കൊണ്ട് ആ കഷായം മുഴുവൻ കുടിപ്പിക്കുകയാണ്. ആ കഷായം കുടിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഛർദ്ദിക്കാൻ വരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുമ്പോൾ ഇപ്പം മാറൂട്ട വയറുവേദന എന്ന് പറയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ശ്രുതി പെട്ടിയൊക്കെ കൊടുന്ന് താഴ്ത്തി വെക്കണം. അപ്പോൾ എനിക്ക് വയറുവേദനയായിട്ട് എൻ്റെ മോനെ എങ്ങനെ എന്നെ വിട്ടുപോകാം, മോനെ എങ്ങനെ എന്നെ കാണാതിരിക്കാൻ പറ്റും, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടായിട്ടിരിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സ് ചാഞ്ചാടി തുടങ്ങി, അമ്മയ്ക്ക് വയ്യാണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ പോകുമെന്നുള്ള മനസ്സായി. അപ്പോൾ വിളിച്ച് ഡ്രൈവർ സുഗുണനെ വിളിച്ചിട്ട് വീണ്ടും പറയും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ വിളിക്കാം അപ്പോൾ വന്നാൽ മതി. അപ്പോൾ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കാണ്ട് ദൈവമേ ഇത് പണിയാവോ, എന്താ ഇപ്പോൾ ഇവർ കുറേ പ്രാവശ്യമായാലും അങ്ങനെ പറയണോ, എന്തായാലും ആവട്ടെ നോക്കാം, എൻ്റെ ട്രിപ്പ് എൻ്റെ കാറിൻ്റെ ഡ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മറ്റേ ആൾക്ക് ഓട്ടം കിട്ടിയിട്ട് ആൾ പോയില്ല. അപ്പോൾ ആളോട് ഇവൻ പറയുന്നുണ്ട് വാഗമണ്ണിക്ക് പോകാണല്ലോ നീ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ പോടാ പറയുമ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് മറ്റു ഡ്രൈവർ ഓട്ടം പോയി. സുഗുണൻ ഇങ്ങനെ ശ്രുതിയുടെ വിളിയും കാത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് ചന്ദ്രമതിയുടെ അഭിനയം, ഒരു ഭാഗത്ത് പ്രണയസല്ലാപങ്ങളും, ഒരു ഭാഗത്ത് വേട്ടയാടാൻ നടക്കുന്ന ക്രിമിനൽസുകളും ഒക്കെയായിട്ട് വളരെ ഉദ്യോഗഭരിതമായ എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പനിരപ്പ് പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് എൻ്റെ കഥകളൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീണ്ടും എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സീരിയലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്